വൈകൃതം അയാളുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ സമയത്ത് വൈകൃതങ്ങളുടെ കൂത്തരങ്ങായ സോഷ്യൽ മീഡിയയിൽ ഇൻ്റർനെറ്റിൽ നിന്നും ഒരു ഫോട്ടോ തപ്പിയെടുത്ത് ആ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ 3 കുട്ടികളുടെ അമ്മയാണെന്നും അവൾ ഭർത്താവില്ലാതിരുന്ന സമയത്ത് അയൽവാസിയായ കാമുകനോടൊപ്പം ഒളിച്ചോടിയെന്നും ഇക്ലിപ്പെടുത്തുന്ന പദങ്ങളുടെ അകമ്പടിയോടുകൂടെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഒരു വാർത്ത പടച്ചുവിട്ടു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കിട്ടിയവരൊക്കെ പലതവണ വാർത്ത വായിച്ചു രസിച്ചു ചിരിച്ചു. കിട്ടാവുന്ന ഗ്രൂപ്പുകളിലേക്ക് അത് ഷെയറും ചെയ്തു. വൈകുന്നേരമായപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അയാളുടെ ഫോണിൽ വന്ന സന്ദേശമൊന്ന് തുറന്നു നോക്കിയത്. തൻ്റെ ഭാര്യയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഈ വാർത്ത വായിച്ചിട്ട് അയാൾക്ക് വിശ്വസിക്കാനായില്ല. അയാൾ വീട്ടിലേക്ക് പോകുന്നതിന് പകരം തൻ്റെ ജീവനൊടുക്കുകയാണുണ്ടായത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഭാര്യ തൻ്റെ ഭർത്താവ് മരിക്കാനുള്ള കാരണം അറിഞ്ഞത്. അവളും ജീവനൊടുക്കി. പ്രിയരെ, ഈ സംഭവവും ഇതുപോലുള്ള സംഭവങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ധാരാളമായി നാം കാണുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓർക്കുക, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പങ്കുവെക്കുന്ന വാർത്തകളുടെ സത്യാവസ്ഥ അന്വേഷിക്കാതെ നമ്മൾ പങ്കുവെക്കുന്നത് മൂലം എത്രയോ പേർക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നറിയാമോ? ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. എൻ്റെ ഇൻബോക്സിലേക്ക് വരുന്ന ഒരു വാർത്തയും അത് സത്യമാണെന്നറിയാതെ, അത് ഉറപ്പുവരുത്താതെ മറ്റൊരാളിലേക്ക് ഞാൻ അത് പങ്കുവയ്ക്കുകയില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയുടെ കൊലപാതകങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടു നിൽക്കാമെന്നേ. ഗോഡ് ബ്ലെസ് യു.